ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാൻ തുനിഞ്ഞ മാർക്ക് സക്കർബർഗിനും അദ്ദേഹത്തിന്റെ കമ്പനിയായ മെറ്റയ്ക്കും ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിന്റെയും പാർലമെന്ററി പാനലിന്റെയും മുന്നിൽ തലകുനിക്കേണ്ടി വന്ന കാഴ്ച നമ്മൾ കണ്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അക്കൗണ്ട് പോലും ഒറ്റ രാത്രി കൊണ്ട് മരവിപ്പിച്ച് പുറത്താക്കിയ അതേ ധാർഷ്ട്യത്തോടെയാണ് മെറ്റ ഭാരതത്തിലും കളിക്കാൻ മുതിർന്നത്. എന്നാൽ ഇത് പഴയകാലമല്ല. ചോദ്യം ചെയ്യുന്ന സ്വന്തം രാജ്യത്തിന്റെ ഡിജിറ്റൽ അതിർത്തികൾ സംരക്ഷിക്കാൻ ശേഷിയുള്ള പുതിയ ഭാരതമാണെന്ന് അവർക്കിപ്പോൾ കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. സാങ്കേതിക തകരാർ അഥവാ ടെക്നിക്കൽ ഗ്ലിച്ച് എന്നും പറഞ്ഞ് കൈ കഴുകാൻ നോക്കിയ മെറ്റയുടെ ആഗോള മേധാവികളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു വരുത്തി വാതിലടച്ച് ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്നത് വെറുമൊരു സാങ്കേതിക പിഴവല്ല, മറിച്ച് കേവലം ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആഗോള അൽഗോരിതത്തിന്റെ രാഷ്ട്രീയ പക്ഷപാതമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരു പോസ്റ്റ് നീക്കം ചെയ്തതിൽ തുടങ്ങി ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഉപയോക്താക്കളെയും രാജ്യത്തിന്റെ സുരക്ഷയെയും ബാധിക്കുന്ന IT നിയമത്തിലെ സെക്ഷൻ 79 അഥവാ സേഫ് ഹാർബർ സംരക്ഷണം റദ്ദാക്കുന്നതിലേക്ക് വരെ എത്തിയ ഈ വൻ വിവാദത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മെറ്റ നേരിടുന്ന 5 പ്രധാനപ്പെട്ട വെല്ലുവിളികളും ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവി നിർണ്ണയിക്കുന്ന നിയമ പോരാട്ടങ്ങളും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ വിവാദങ്ങൾക്ക് പെട്ടെന്നുണ്ടായ പ്രകോപനം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ വിദ്യാർത്ഥികളോടും ജനങ്ങളോടും സംസാരിച്ച ഔദ്യോഗിക വീഡിയോ സന്ദേശം ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നെല്ലാം താൽക്കാലികമായി നീക്കം ചെയ്യപ്പെടുകയോ റീച്ച് നിയന്ത്രിക്കപ്പെടുകയോ ചെയ്ത സംഭവമാണ്. 140 കോടി ജനങ്ങളുടെ പ്രതിനിധിയായ ഒരു ഭരണാധികാരി പങ്കുവച്ച നിർണായക സന്ദേശത്തിന്മേൽ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന്റെ പേരിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തെയും IT പാർലമെന്ററി സമിതിയെയും ചൊടിപ്പിച്ചു. ഇതൊരു സാധാരണ AI തകരാറല്ല, നിങ്ങളുടെ അൽഗോരിതങ്ങൾ നിർണ്ണയിക്കുന്ന രാഷ്ട്രീയമാണെന്ന് സർക്കാർ തുറന്നടിച്ചു. കേവലം ഒരു സാങ്കേതിക പിഴവ് എന്ന് പറഞ്ഞ കുറ്റം AIയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മെറ്റയ്ക്ക് മുമ്പിൽ ഇന്ത്യ ശക്തമായ നിലപാടാണ് എടുത്തത്. നിങ്ങൾ നിർമ്മിച്ച AI നടത്തുന്ന തീരുമാനങ്ങൾക്ക് കമ്പനി തന്നെയാണ് പൂർണ്ണ ഉത്തരവാദി. തീവ്രവാദ അനുകൂല അക്കൗണ്ടുകൾക്കോ രാജ്യവിരുദ്ധ വ്യാജ പ്രചാരണങ്ങൾക്കോ നൽകുന്ന സ്വാതന്ത്ര്യം പലപ്പോഴും ദേശീയ താല്പര്യമുള്ള കണ്ടന്റുകൾക്ക് ലഭിക്കുന്നില്ലെന്നും മുൻപും നിരന്തരം ഇത്തരം ഷാഡോ ബാനിംഗ് തന്ത്രങ്ങൾ ഇന്ത്യൻ ഉപയോക്താക്കൾക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ശക്തമായ വിമർശനമാണ് ഉയർന്നത്. ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമവശം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ IT ആക്ട് 2000 സെക്ഷൻ 79 നൽകുന്ന സേഫ് ഹാർബർ പരിരക്ഷയാണ്. എന്താണ് ഈ സേഫ് ഹാർബർ? ലളിതമായി പറഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വെറുമൊരു ഇടനിലക്കാരൻ മാത്രമാണ്. അതായത് ഒരു ഉപയോക്താവ് ഫേസ്ബുക്കിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായ പോസ്റ്റ് ഇട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം പോസ്റ്റ് ചെയ്ത വ്യക്തിക്കാണ്, കമ്പനിക്കല്ല. ദിവസവും കോടിക്കണക്കിന് പോസ്റ്റുകൾ വരുന്നത് കൊണ്ട് എല്ലാ കണ്ടന്റുകളും മുൻകൂട്ടി പരിശോധിക്കുക സാധ്യമല്ല എന്ന തത്വത്തിലാണ് ഈ സംരക്ഷണം നൽകിയിരുന്നത്. എന്നാൽ ഈ സംരക്ഷണം ഉപാധികളില്ലാത്ത ഒന്നല്ല. ഒരു പ്ലാറ്റ്ഫോം സേഫ് ഹാർബർ ആനുകൂല്യം ആസ്വദിക്കണമെങ്കിൽ താഴെ പറയുന്ന 3 കാര്യങ്ങൾ കർശനമായിട്ട് പാലിക്കണം. ആ കാര്യങ്ങൾ എന്താണെന്നാൽ നിയമം അനുശാസിക്കുന്ന ഡ്യൂ ഡിലിജൻസ് കൃത്യമായി പാലിക്കുക, സർക്കാരിന്റെയും കോടതികളുടെയും നിയമാനുസൃതമായിട്ടുള്ള ഉത്തരവുകൾ അടിയന്തരമായി നടപ്പിലാക്കുക, മൂന്നാമത് നിയമവിരുദ്ധവും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയുമായ കണ്ടന്റുകൾക്കെതിരെ ഉടനടി നടപടി സ്വീകരിക്കുക. ഇന്ന് മെറ്റ ഒരു കണ്ടന്റ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം മാത്രമല്ല. ഏത് പോസ്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തണം, ഏത് വീഡിയോ വൈറൽ ആകണം, ഏത് അക്കൗണ്ടിന്റെ റീച്ച് കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് മെറ്റയുടെ സ്വന്തം അൽഗോരിതങ്ങളാണ്. കൂടാതെ പണം വാങ്ങി അഥവാ പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടുള്ള ചില വിവരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് ആര് എന്ത് കാണണമെന്ന് കമ്പനിയുടെ അൽഗോരിതം നിർണ്ണയിക്കാൻ തുടങ്ങിയതോടെ മെറ്റ ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ നിന്നും മാറി ഒരു പ്രസാധകനായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ത്യൻ സർക്കാർ IT ആക്ടിലെ സെക്ഷൻ 79 പ്രകാരമുള്ള സേഫ് ഹാർബർ സംരക്ഷണം റദ്ദാക്കിയാൽ എന്താണ് സംഭവിക്കുക എന്നറിയാമോ? ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഇത് ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെടില്ല. പക്ഷേ അതിൽ വരുന്ന ഏതൊരു വ്യാജ പ്രചാരണത്തിനും കലാപാഹ്വാനങ്ങൾക്കും അല്ലെങ്കിൽ വ്യാജ ദൃശ്യങ്ങൾക്കും മെറ്റയുടെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരും ആഗോള മേധാവികളും നേരിട്ട് ക്രിമിനൽ നടപടികൾ നേരിടേണ്ടി വരും. കോടതികളിൽ കയറി ഇറങ്ങേണ്ടിയും വരും. ഇത് ടെക് കമ്പനികളുടെ ലാഭക്ഷമതയെയും പ്രവർത്തനത്തെയും സാരമായി ബാധിക്കും. മെറ്റ നേരിടുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്ന് രാഷ്ട്രീയ വിരുദ്ധ വാർത്തകൾക്കും ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾക്കും പണം വാങ്ങി പ്രൊമോഷൻ നൽകി എന്നതാണ്. അൽഗോരിതത്തിൽ പക്ഷപാതിത്വമുണ്ടെന്നും ചില പ്രത്യേക അജണ്ടകൾക്ക് പ്ലാറ്റ്ഫോം വലിയ രീതിയിൽ ദൃശ്യത നൽകിയെന്നും പാർലമെന്ററി പാനലിന് മുന്നിൽ ചോദ്യങ്ങൾ ഉയർന്നു.
കൂടാതെ BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ അന്വേഷണത്തിൽ പുറത്തു വന്ന ഞെട്ടിക്കുന്ന വസ്തുതകൾ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ അഥവാ CSAM എന്ന് പറയും, അതായത് ചൈൽഡ് സെക്ഷുവൽ അബ്യൂസ് മെറ്റീരിയൽ, സാമ്പത്തിക ചൂഷണങ്ങളും തടയുന്നതിൽ മെറ്റയുടെ സിസ്റ്റം പരാജയപ്പെട്ടു എന്നതാണ്. ഇത്തരം നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ അൽഗോരിതം വഴി പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ കർശന നടപടി എടുത്തില്ല എന്നതും ആഗോളതലത്തിൽ കമ്പനിയെ പ്രതിക്കൂട്ടിലാക്കി. അതോടൊപ്പം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡീപ് ഫേക്ക് ആയിട്ടുള്ള വീഡിയോകൾ ഇന്ന് ജനാധിപത്യ രാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ്. മോദിയുടെ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള വീഡിയോസും ഇറങ്ങിയിരുന്നു. രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും പ്രധാനമന്ത്രിയുടെയും വ്യാജ ശബ്ദങ്ങളും ദൃശ്യങ്ങളും ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെയും വ്യാജ പ്രചരണങ്ങൾ നടത്താൻ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടു. ഇത്തരം വ്യാജ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നതുവരെ യാതൊരുവിധ ഫാക്ട് ചെക്കിംഗ് സംവിധാനവും പ്രവർത്തിച്ചില്ല. വ്യാജ വാർത്തകളും അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള സന്ദേശങ്ങളും അതിവേഗം പ്രചരിക്കുമ്പോൾ അതിനെ തടയാൻ AI അൽഗോരിതങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം സംവിധാനങ്ങൾ എന്ന ചോദ്യം ഉയരുകയാണ്. ഇത് വെറുമൊരു സാങ്കേതിക പ്രശ്നമല്ല, മറിച്ച് ഒരു രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെയും തിരഞ്ഞെടുപ്പുകളെയും അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ഉപയോക്താക്കളുടെ ഡാറ്റ ശേഖരിച്ച് അത് വെച്ച് ശതകോടികൾ കൊയ്യുകയും അതേസമയം ഇന്ത്യയുടെ നിയമങ്ങളെക്കാൾ ഉപരിയായി അമേരിക്കൻ കമ്പനി നിയമങ്ങളെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവണതയ്ക്കാണ് ഡാറ്റ കൊളോണിയലിസം എന്ന് പറയുന്നത്. ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും ഭരണഘടനയെയും നിയമങ്ങളെയും അനുസരിക്കണമെന്ന വ്യക്തമായ സന്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചർച്ചയല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ലോകമെമ്പാടും ടെക് കമ്പനികൾക്കെതിരെ നിയമങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് യൂറോപ്യൻ യൂണിയൻ എടുത്തു നോക്കാം. ഡിജിറ്റൽ സർവീസസ് ആക്ട് അഥവാ DSA, AI ആക്ട് എന്നിവയിലൂടെ ബിഗ് ടെക് കമ്പനികൾക്ക് കടുത്ത പിഴയും നിയമപരമായ ഉത്തരവാദിത്വവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി യുണൈറ്റഡ് കിങ്ഡത്തിന് എടുത്തു നോക്കാം, UK ഓൺലൈൻ സേഫ്റ്റി ആക്ട് വഴി പ്ലാറ്റ്ഫോമുകളുടെ ബാധ്യതകൾ കർശനമാക്കിയിട്ടുണ്ട്. ഇനി അമേരിക്കയെ എടുക്കാം, സാക്ഷാൽ അമേരിക്ക US IT നിയമത്തിലെ സെക്ഷൻ 230 പുനഃപരിശോധിക്കണം എന്ന ആവശ്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വിപണിയായി ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ആഗോളതലത്തിൽ തന്നെ വലിയ വിപ്ലവത്തിന് വഴിതെളിക്കും. ഭാവിയിൽ ഡിജിറ്റൽ പരമാധികാരം ഉറപ്പുവരുത്താൻ ഇന്ത്യ തീർച്ചയായും ഇനി പറയുന്ന കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഒന്നാമത് AI ആൽഗോരിതം സുതാര്യത. അതായത് ആൽഗോരിതം ഏതൊക്കെ കണ്ടന്റുകളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ചില കണ്ടന്റുകളുടെ റീച്ച് കുറയുന്നത്, അതിലൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ഓഡിറ്റിംഗ് നിർബന്ധമാക്കണം. കൂടാതെ ഫാക്ട് ചെക്കിംഗ് ആൻഡ് ഡീപ് ഫേക്ക് നിയന്ത്രണം തീർച്ചയായും ഏർപ്പെടുത്തണം. AI നിർമ്മിത വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും കൃത്യമായ വാട്ടർമാർക്കിങ്ങും കണ്ടന്റ് സൃഷ്ടിക്കപ്പെട്ട മിനിറ്റുകൾക്കകം തടയാനുള്ള സാങ്കേതിക വിദ്യയും എല്ലാം നിർബന്ധമാക്കണം. കൂടാതെ ഹ്യൂമൻ മോഡറേഷൻ അഥവാ AI ചെയ്ത് തെറ്റാണെന്ന സാങ്കേതിക ന്യായം അംഗീകരിക്കാതെ പ്രാദേശിക ഭാഷകൾ അറിയാവുന്ന കൂടുതൽ മനുഷ്യരെ കണ്ടന്റ് മോഡറേഷനായി നിയമിക്കാൻ കമ്പനികളെ നിർബന്ധിക്കുക. അതോടൊപ്പം തന്നെ CSAM ആൻഡ് ദേശീയ സുരക്ഷ, കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെ അടിയന്തര നടപടി എടുത്തിട്ടില്ല എങ്കിൽ കമ്പനി എക്സിക്യൂട്ടീവുകൾക്ക് തടവ് ശിക്ഷ തന്നെ ഉറപ്പാക്കുക. കൂടാതെ പെയ്ഡ് പ്രൊമോഷൻ നിരീക്ഷണം. വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഡിജിറ്റൽ പ്രൊപ്പഗണ്ട നടത്തുന്നത് തടയാൻ പെയ്ഡ് പരസ്യങ്ങളുടെ സാമ്പത്തിക സ്രോതസ് പരസ്യപ്പെടുത്തുക. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ തീർച്ചയായും ഇനി നമ്മുടെ ഇത്തരത്തിലുള്ള ടെക് ഭീമന്മാരൊക്കെ ഒന്ന് മര്യാദ പഠിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.